സോഷ്യൽ ആങ്സൈറ്റിയുടെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ആങ്സൈറ്റിയുടെ വിഭാഗത്തിലുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ സോഷ്യൽ സിനാരിയോസിൽ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ ആങ്സൈറ്റി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചമ്മലുണ്ടാക്കുന്ന കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. നമ്മളെ ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നു, നമ്മളൊരു കുറേ ആൾക്കാരെ നമ്മളെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ബിഹേവിയർ അനലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കുറേ പേർക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവുമ്പോഴത്തേക്കും എന്തൊക്കെ സൊല്യൂഷൻസ് ആണുള്ളത്? സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാവുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയിം അറ്റാക്കിംഗ് എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ ഷെയിം അറ്റാക്കിംഗ് എക്സസൈസ്? ഷെയിം അറ്റാക്കിംഗ് എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ചമ്മലൊക്കെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രേഡഡ് ആയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ ആങ്സൈറ്റിക്കുള്ള ഷെയിം അറ്റാക്കിംഗ് എക്സസൈസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു മസാല ദോശ മാത്രം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ബിരിയാണി കിട്ടുമോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് ഷോപ്പിൽ പോയിട്ട് ആട്ടുകല്ല് കിട്ടുമോ എന്ന് ചോദിക്കുക. ഇങ്ങനെയുള്ള നോൺ ഹാംഫുൾ ആയിട്ടുള്ള എക്സസൈസ്. ഐ നെവർ മെൻറ്റ് പബ്ലിക്കായിട്ട് പോയിട്ട് ഒരാളെ കിസ് ചെയ്യുക എന്നുള്ളതൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. വൾഗർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ല, പക്ഷെ നമുക്ക് കോണ്ടെക്സ്ച്വലി അല്ലാതെ നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ, സോളോ ട്രിപ്പിന് പോവുക, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്തൊരു കാര്യം നമ്മൾ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ചെയ്യുക, ഇതൊക്കെ ഷെയിം അറ്റാക്കിംഗ് എക്സസൈസിൻ്റെ ഭാഗമാണ്. അതുപോലെ ഇതുപോലെയുള്ള കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്, BSc, MSc, MPhil, PhD.